അപ്പോൾ ജോബി, ഇതൊരു പ്രോബ്ലമാണ്. ഇതേമാതിരി പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഇടാൻ പോവുകയാണ്. ഓരോ ചാപ്റ്ററിനും ഓരോ പ്രോബ്ലം പ്ലേലിസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്രോബ്ലം ഇതാണ്. ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഷോൺ ഇൻ ദ ഗ്രാഫ് ബിലോ. What is the equation of motion of the particle? What is the average velocity for the entire motion? What is the average velocity for the first 5 seconds? ഇതേമാതിരി പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി എന്ന് പറഞ്ഞാൽ അതിൽ ഗ്രാഫ് തന്നിട്ടുണ്ടായിരുന്നില്ല, ആ പാർട്ടിക്കിളിന്റെ മോഷന്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളടുത്ത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ അതിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ, ആവറേജ് വെലോസിറ്റി എന്നൊക്കെ. പക്ഷെ ഇവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രാഫിന് നമ്മളുടെ അടുത്ത് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാണ്. സോ ഇവിടെ ഇത് ഒരു 3 യൂണിഫോം മോഷൻസിന്റെ ഒരു കോമ്പിനേഷനാണ്. 0 to 3 seconds വരെ ഒരു യൂണിഫോം മോഷൻ, 3 to 6 seconds വരെ വേറൊരു യൂണിഫോം മോഷൻ, പിന്നെ 6 to 7 seconds വരെ വേറൊരു യൂണിഫോം മോഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഭാഗത്തിലത്തെയും യൂണിഫോം മോഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതിനു മുമ്പ് മറ്റേ പ്രോബ്ലത്തിൽ ചെയ്ത മാതിരി ഫോർ t is equal to 0 to t is equal to 3 seconds. അതാണ് ആദ്യത്തെ ഭാഗം. ഓക്കെ, ഈ മോഷനിൽ എന്താണ് വെലോസിറ്റി? ഈ ഭാഗത്തില് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ യൂഷ്വൽ ഫോർമുല ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വി ആവറേജ് എന്ന് എഴുതുന്നില്ല, വെറും വി എന്നാണ് എഴുതുന്നത്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു v is equal to delta x by delta t. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ എക്സ് എത്രയാണ്? അതായത് 0 seconds നിന്ന് 3 seconds വരെ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 3 meters -2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3, ഇവിടെ ഒരു 2, -5 meters ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡെൽറ്റ എക്സ് വന്നിട്ട് -5, ടൈം വന്നിട്ട് 3 seconds. അപ്പോൾ ഈ ഭാഗത്തിലത്തെ കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് -5/3 meters per second. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. അതായത് നമ്മളൊരു ജനറൽ ടൈം എടുക്കാം. ആ ജനറൽ ടൈം t = 0 മുതൽ t = 3 seconds വരെ ഏതൊരു ടൈമും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെൽറ്റ എക്സ് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് 0. ഈ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ അറ്റ് എ ജനറൽ ടൈം ഫ്രം t = 0 to t = 3. എക്സ് മൈനസ് എക്സ് 0 ഈസ് ഈക്വൽ ടു വി കണ്ടുപിടിച്ചു കഴിഞ്ഞു, -5/3 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഫോർ എ ജനറൽ ടൈം between t = 0 and t = 3 seconds എന്ന് പറയുമ്പോൾ t - 0. കാരണം x0 എന്ന് പറയുന്നത് t = 0 പൊസിഷൻ, t എന്ന് പറയുന്നത് ഒരു ജനറൽ ടൈം 0 മുതൽ 3 seconds വരെ, ആ ജനറൽ ടൈമിലുള്ള പൊസിഷനാണ് x. അപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ x0 എന്താണ്? x0 3 meters ആണ്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ, അതായത് പൊസിഷൻ അറ്റ് ടൈം t = 0 3 meters ആണ്. അപ്പോൾ x - 3 ഈസ് ഈക്വൽ ടു -5/3t. വേറെ വിധത്തിൽ എഴുതിയാൽ x ഈസ് ഈക്വൽ ടു -5/3t + 3. ഇതാണ് ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതാണ് സ്ലോപ്പ്. -5/3 ആണ് സ്ലോപ്പ്, അതായത് -5/3 ആണ് ഈ ഭാഗത്തിലത്തെ യൂണിഫോം വെലോസിറ്റി. 3 ആണ് y ഇന്റർസെപ്റ്റ്. അത് നമുക്ക് കണ്ടെത്താൻ അറിയാം, കാരണം സ്റ്റാർട്ടിംഗ് പൊസിഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം. ഇവിടെ
ആദ്യം നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ കേട്ടോ, ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. അപ്പോൾ ഓക്കെ, ഞാനത് ടൈം എവിടുന്ന് വരെ ഏത് ടൈം മുതലാണെന്ന് നമുക്ക് പറയാം. സോ ഫോർ ടി ഈസ് ഈക്വൽ ടു 3 to t is equal to 6 seconds. ഓക്കെ, അപ്പോൾ ആ സമയത്തിലത്തെ യൂണിഫോം വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഓക്കെ, സോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. ഈ വി എന്ന് പറയുന്നത് ഈ സമയത്തിലത്തെ യൂണിഫോം വെലോസിറ്റി, അതായത് വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഈ 2 പോയിന്റാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഭാഗത്തിലത്തെ സ്റ്റാർട്ടിംഗ് ടൈമും ഈ ഭാഗത്തിലത്തെ എൻഡിങ് ടൈമും 3ഉം 6ഉം. അപ്പോൾ ഈ സമയത്തിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? എക്സ് ഈക്വൽ ടു -2 മുതൽ എക്സ് ഈക്വൽ ടു 0 വരെ. സോ ഫൈനൽ പൊസിഷൻ 0, ഇനീഷ്യൽ പൊസിഷൻ -2. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 2 meters അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ പോസിറ്റീവ് 2 meters. അപ്പോ ടൈം എന്താണ്? ടൈം 3 seconds. ഇവിടെ 3 മുതൽ 6 seconds വരെ ടൈം ഇന്റർവെൽ വന്നിട്ട് 3 seconds തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഈ ഭാഗത്തിലത്തെ യൂണിഫോം വെലോസിറ്റി 2/3 meters per second ആണ്. അപ്പൊ ഇനി ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് ഞാൻ ഇതേമാതിരി ഡെൽറ്റ എക്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? 3 t equal to 3 seconds ആണ്. അപ്പോൾ എന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആ ടൈമിലത്തെ പൊസിഷനാണ്. അപ്പൊ ഞാൻ അതിനെ എക്സ് മൈനസ് x3 ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി. വി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 2/3 ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഈ ജനറൽ ടൈം, ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടൈമിലുള്ള എക്സ് ആണ്. ഏത് ജനറൽ ടൈം? t equal to 3 മുതൽ t equal to 6 വരെയുള്ള ഒരു ജനറൽ ടൈമിലുള്ള പൊസിഷനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ t മൈനസ് സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? 3 seconds അല്ലെ? നമ്മൾ 3 secondsൽ ഈ 3 seconds മുതലുള്ള 6 seconds വരെയുള്ള കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ x3ന്റെ ടൈം വന്നിട്ട് 3 seconds ആണ്. അപ്പോൾ t - 3. അപ്പൊ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് മൈനസ് x3 എന്താണ്? x3 നമുക്ക് അറിയാം -2 meters ആണ്. ഇതാ മൂന്നാമത്തെ സെക്കൻഡിൽ അത് -2 meters ആണ്. എക്സ് -2 is equal to 2/3 times t minus 2/3 times 3. അപ്പോൾ x plus 2 is equal to 2/3 t minus 2. ഈ 3യും 3യും ക്യാൻസൽ ആവും. അപ്പോൾ x is equal to 2/3 t. ഈ ടീനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ -2 ആവും. ആ -2 ഈ -2 കൂടെ ചേർന്നിട്ട് -4 ആവും. അപ്പൊ ഈ ഭാഗത്തിലത്തെ, അതായത് 3 മുതൽ 6 seconds വരെയുള്ള ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്. ഓക്കെ, ഇനി ഫൈനൽ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോ അത് ഞാൻ ഇവിടെ എഴുതാം. ഫോർ t is equal to 6 to t is equal to 7 seconds. Delta x is equal to v delta t. അതായത് v is equal to delta x by delta t. അതായത് v is equal to, ഇവിടെ ഡെൽറ്റ എക്സ് എന്താണ്? സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആണ്. ഈ ഭാഗത്തിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ x equal to 0 ആണ്. ഫൈനൽ പൊസിഷൻ x equal to 4 ആണ്. അപ്പൊ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 4 meters ആണ്. 0 to 4 meters. അപ്പൊ ഡെൽറ്റ എക്സ് 4 ആണ്. ടൈം ഇന്റർവൽ എന്താണ്? 1 second. 6th second മുതൽ 7th second വരെ 1 second. ദിസ് ഇസ് 4 meters per second. ഓക്കെ, അപ്പോ ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ നമ്മൾ ഇതേമാതിരി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് സ്റ്റാർട്ടിംഗ് ടൈം ഇസ് 6th second. ആ
സമയത്തിലത്തെ പൊസിഷനെയാണ് ഞാൻ x6 എന്ന് എഴുതുന്നത്. x മൈനസ് x6 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു t മൈനസ് 6. ഈ ടിയിലുള്ള പൊസിഷനാണ് ഈ എക്സ്. ഈ ടി വന്നിട്ട് 6th സെക്കൻഡ് മുതൽ 7th സെക്കൻഡ് വരെയുള്ള ഏതൊരു ജനറൽ ടൈമും ആവാം. ഓക്കെ, അപ്പോൾ x6 എന്താണ്? x6 അതായത് 6th സെക്കൻഡിൽ എന്താണ് പൊസിഷൻ? 0 ആണ്. അപ്പോൾ x മൈനസ് 0 ഈക്വൽ ടു 4t മൈനസ് 4 ഇൻറ്റു 6 മൈനസ് 24. അതായത് x ഈസ് ഈക്വൽ ടു 4t മൈനസ് 24. അപ്പോൾ അവസാനത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യത്തെ ഭാഗത്തിലത്തെ -5/3t + 3, സ്ലോപ്പ് വന്നിട്ട് -5/3, അതായത് വെലോസിറ്റി ഇസ് -5/3, നെഗറ്റീവ് വെലോസിറ്റി ആണ്. y ഇന്റർസെപ്റ്റ് വന്നിട്ട് 3, അത് ഇവിടുന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. രണ്ടാമത്തെ ഭാഗത്തിലത്തെ സ്ലോപ്പ് വന്നിട്ട് പോസിറ്റീവ്, അതായത് വെലോസിറ്റി പോസിറ്റീവ് ആണ്, 2/3, സ്ലോപ്പ് വന്നിട്ട് -4. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഈ ലൈനിനെ, രണ്ടാമത്തെ ഭാഗത്തിലത്തെ ലൈൻ ഇതല്ലേ, ആ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷനിലെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ലൈനെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് വന്നിട്ട് -4 കട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ y ഇന്റർസെപ്റ്റ് -4 ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഇത് മൂന്നാമത്തെ ഭാഗത്തിലത്തെ, ഇതിന്റെ സ്ലോപ്പ് വന്നിട്ട് 4, ഏറ്റവും കൂടുതൽ മാഗ്നിറ്റ്യൂഡിലുള്ള സ്ലോപ്പ് ഇതാണ് അല്ലെ. അതാണ് ഈ ലൈനും ഈ ലൈനും ഈ ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുത്തനെയുള്ള ഭാഗം ഇതാണ് അല്ലെ, ഈ ലൈനാണ്. അപ്പൊ അതാണ് ഏറ്റവും മാക്സിമം വെലോസിറ്റി, 4 meters per second. ഇതിന്റെ y ഇന്റർസെപ്റ്റ് വന്നിട്ട് -24 ആണ്. അതായത് ഈ ലൈനെ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താലുണ്ടല്ലോ, അതിങ്ങനെ താഴെ വന്നിട്ട് ഇവിടെ -24 കട്ട് ചെയ്യും. അതാണ് y ഇന്റർസെപ്റ്റ് -24 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഭാഗത്തിലത്തെയും ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് അപ്പോ ടോട്ടൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? ഓക്കെ, അപ്പോ ഇക്വേഷൻ ഓഫ് മോഷൻ ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിനു മുമ്പ് എഴുതിയ മാതിരി എക്സ്, ഓക്കെ, ഞാനത് ഇങ്ങോട്ട് വൃത്തിയായിട്ട് എഴുതാട്ടോ. ഇക്വേഷൻ ഓഫ് മോഷൻ എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി, എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ആദ്യത്തെ ഭാഗം -5/3t + 3, ഇത് for t is equal to 0, okay, 0 less than or equal to t less than 3 seconds. ഇത് ഈ ഭാഗത്തിലത്തെ. ഇനി രണ്ടാമത്തെ ഭാഗത്തിലത്തെ 2/3t -4 for t between 3 and 6. 3 less than or equal to t less than 6. അതായത് 6th സെക്കൻഡും 3rd സെക്കൻഡും തമ്മിലുള്ള ടൈമിലാണ് ഈ ഇക്വേഷൻ ഓഫ് മോഷൻ. പിന്നെ ഫൈനൽ ഭാഗത്തിലത്തെ എന്താണ്? 4t - 24. 4t - 24, ഇത് ഫ്രം 6, ടൈം ബിറ്റ്വീൻ 6 and 7 seconds. അപ്പൊ ഇതാണ് മൊത്തമായിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇനി നമ്മളിത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആവറേജ് വെലോസിറ്റി ഫോർ ദി എൻറ്റയർ മോഷൻ, 5 സെക്കൻഡിലുള്ള ആവറേജ് വെലോസിറ്റി. ഓക്കെ, എൻറ്റയർ മോഷനിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എൻറ്റയർ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഡിസ്പ്ലേസ്മെന്റിനെ ആ ടൈം ഇന്റർവൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ എഴുതാം. ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ആവറേജ്. ഇവിടെ ഞാൻ വി ആവറേജ് എന്നാണ് എഴുതണം കേട്ടോ. കാരണം എന്താണ്? ആ എൻറ്റയർ മോഷനിൽ വെലോസിറ്റി
യൂണിഫോം അല്ല, എൻറ്റയർ മോഷനിൽ വെലോസിറ്റി യൂണിഫോം അല്ല. അപ്പോൾ നമുക്കൊരു ആവറേജ് വെലോസിറ്റിനെ പറ്റിയേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ വി ആവറേജ് എന്ന് എഴുതണത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് എന്താണ്? ഓക്കെ, ഡെൽറ്റ എക്സ് എന്താണ്? ഡെൽറ്റ എക്സ് ഇസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇസ് എക്സ് ഈക്വൽ ടു 3, ഫൈനൽ പൊസിഷൻ ഇസ് എക്സ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് x7 മൈനസ് x0 വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 3 ഈക്വൽ ടു, ഇത് ഡെൽറ്റ എക്സ് ആണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതാം, 1 മീറ്റർ. ഇതാണ് ഡെൽറ്റ എക്സ് ഫോർ ദി എൻറ്റയർ മോഷൻ. ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം കേട്ടോ, ഫോർ ദി for the entire motion. For the entire motion, delta x is V average into delta t. Delta x is 4 minus 3, 1 meters. And delta t എന്താണ്? Delta t is equal to 7 seconds. അതിലെ total time. അപ്പോൾ V average is equal to delta x by delta t is equal to 1/7 meter per second. ഇതാണ് ആവറേജ് വെലോസിറ്റി ഫോർ ദി എൻറ്റയർ മോഷൻ. ഇനി ഫോർ t equal to 0 to t is equal to 5 seconds, അതിലുള്ള ആ ടൈമിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത് 0 മുതൽ ഈ സമയം വരെ. അപ്പോൾ ഈ സമയം വരെയുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ സമയത്തിലത്തെ പൊസിഷൻ അറിയണം. കാരണം എന്നാലേ നമുക്ക് ഈ സമയത്തിലത്തെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഈ സമയത്തിൽ ഈ 0 to 5 seconds വരെയുള്ള എന്താ പറയാ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 5th സെക്കൻഡിലത്തെ പൊസിഷൻ കണ്ടുപിടിക്കണം. അതായത് ഈ എക്സ് വാല്യൂ നമുക്കറിയണം. സ്റ്റാർട്ടിംഗ് എക്സ് വാല്യൂ നമുക്കറിയാം, അത് 3 ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് നമുക്ക് ഈ 5 സെക്കൻഡിലത്തെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. സമയം 5 സെക്കൻഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ ടൈം വന്നിട്ട് ഈ രണ്ടാമത്തെ ഭാഗത്തിലത്തെ ഒരു ടൈമാണ്, അല്ലെ? അപ്പൊ ആ രണ്ടാമത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം. അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ 5ാമത്തെ സെക്കൻഡിലത്തെ എക്സ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ t is equal to 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, t is equal to, കാരണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, 3ാമത്തെ സെക്കൻഡ് മുതൽ 6ാമത്തെ സെക്കൻഡ് വരെ ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3ാമത്തെ സെക്കൻഡ് മുതൽ 6ാമത്തെ സെക്കൻഡ് വരെ ഏതൊരു സമയത്തും നമുക്ക് എന്താണ് പൊസിഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഞാൻ ചെയ്യാൻ പോണത്. x is equal to 2/3 minus 4. 2/3t minus 4. x is equal to 2/3t minus 4. ഈ സമയത്തിലത്തെ അല്ല, അതായത് ഫ്രം 3 to 5, ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോ സോ അറ്റ് this is for t from 3 to 6 seconds. t from 3 to 6 seconds വരെ ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പൊ 5ാമത്തെ സെക്കൻഡിലത്തെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ അറ്റ് t is equal to 5 seconds, x is equal to 2/3 into 5 minus 4, that is 10/3 minus 4, that is equal to 10 minus 12/3, that is equal to minus 2/3 meters. അപ്പൊ 5ാമത്തെ സെക്കൻഡിലത്തെ പൊസിഷൻ minus 2/3 meters ആണ്. അപ്പോ ആവറേജ്
velocity for the first 5 seconds is V average is equal to delta x by delta t. This is equal to x5 minus x3 divided by സമയം എത്രയാണ് 5 seconds 5 സോറി ഇത് x3 അല്ല x0 കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൈം ആദ്യത്തെ 5 സെക്കൻഡ്സിൽ നമ്മളുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിലത്തെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം t ഈക്വൽ ടു 0 ആണ്. അപ്പോൾ x5 മൈനസ് x0 അതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ, അതായത് ടൈം t ഈക്വൽ ടു 0ത്തെ പൊസിഷൻ. കാരണം ആദ്യത്തെ 5 സെക്കൻഡിലെ ആവറേജ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതെന്താണിത്? ദിസ് ഈസ് ഈക്വൽ ടു -2/3. ഇതാണ് 5ാമത്തെ സെക്കൻഡിലത്തെ പൊസിഷൻ. അപ്പം ഞാൻ ഇവിടെ x5 എന്ന് എഴുതാം കേട്ടോ. x5 2/3 മൈനസ് x0. x0 എന്തായിരുന്നു? 3 meters ആയിരുന്നു അല്ലേ? നമ്മുടെ ആ ഗ്രാഫ് നമുക്ക് അറിയാം. ഡിവൈഡഡ് ബൈ 5. അപ്പൊ ഇത് എത്രയാ? -2 മൈനസ് 9/15, അതായത് -11/15 meters per second. ഇവിടുത്തെ നമ്പേഴ്സ് ഒന്നും അത്ര സുഖമുള്ള നമ്പേഴ്സ് അല്ല, പക്ഷേ ഇത് ഓക്കെ ആണെന്ന് നമ്മൾ എങ്ങനെയാ ഇത് നെഗറ്റീവാണ്. ഈ സമയത്തിലത്തെ, അതായത് ആദ്യത്തെ 5 സെക്കൻഡിലത്തെ ആവറേജ് വെലോസിറ്റി നെഗറ്റീവാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഓക്കെ, കാരണം സ്റ്റാർട്ടിംഗ് പൊസിഷൻ 3 meters ആണ്. ഈ ആദ്യത്തെ 5 സെക്കൻഡിലത്തെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 3 meters ആണ്. അവസാനത്തെ സമയം, അതായത് 5th സെക്കൻഡിലത്തെ സമയം നെഗറ്റീവാണ്. ഇത് നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? -2/3. ഓക്കെ, -2/3 ആണ് 5th സെക്കൻഡിലത്തെ പൊസിഷൻ. അപ്പോ സ്റ്റാർട്ടിംഗ് പൊസിഷൻ പോസിറ്റീവ്, ഫൈനൽ പൊസിഷൻ നെഗറ്റീവ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരു നെഗറ്റീവ് ആവറേജ് വെലോസിറ്റി കിട്ടണത്. അപ്പോ ആദ്യത്തെ 5 സെക്കൻഡിലുള്ള ആവറേജ് വെലോസിറ്റി ഇതാണ്. മൊത്തമായിട്ടുള്ള, അതായത് 0 to 7 സെക്കൻഡ് വരെയുള്ള ആവറേജ് വെലോസിറ്റി പോസിറ്റീവ് ആണ്. കാരണം മൊത്തം ടൈമില് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 3, ഫൈനൽ പൊസിഷൻ 4. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്, 1 meter. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ് അല്ലെ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? -2/3 -3 -11 ആണ്. സോറി, അതായത് -11/3 ആണ്. -11/3 ആണ് ഡിസ്പ്ലേസ്മെന്റ് 0 സെക്കൻഡ് മുതൽ 5th സെക്കൻഡ് വരെ. അതുകൊണ്ടാണ് നമുക്ക് ആവറേജ് വെലോസിറ്റി നെഗറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഈ പ്രോബ്ലത്തിൽ വേറെ 1-2 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. എന്താണത്? ഫോർ എക്സാമ്പിൾ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആവറേജ് സ്പീഡും കണ്ടുപിടിക്കുക. ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ മോഷൻ, ആവറേജ് സ്പീഡ് ഫോർ ദി ഫസ്റ്റ് 5 seconds, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ഈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.